വെൽക്കം ടു ഇൻഫോ സയൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡി എന്ന ചാപ്റ്ററിലെ 4th പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് 3 പാർട്സിൽ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണെന്നും അതുപോലെ തന്നെ ഓരോ ബോഡീസിൻ്റെയും ഷേപ്സിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കുന്നതിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ ടോർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷനും ദെൻ കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി ആൻഡ് ഫ്ലൈ വീൽ. ഇത്രയുമാണ് നമുക്കതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയിലോട്ട് പോകാം. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയും നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചതെന്ന് പറയുമ്പോൾ ഒരു ഹോൾ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി അതിനകത്തുള്ള ഓരോ പാർട്ടിക്കിൾസിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുകയും അതിനുശേഷം ഓരോ എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുകയും അതിനുശേഷം അതിന് മൊത്തം സബ്മേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ചെയ്യുകയോ വഴിയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചത്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോഡി കൺസിഡർ ചെയ്യുക. ഈ ഒരു ബോഡി O എന്ന് പറയുന്ന പോയിന്റിൽ കൂടി ആ ഒരു ആക്സിസിൽ കൂടി റൊട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇതൊരു ഇറഗുലർ ഷേപ്പാണ്. അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യുന്നത് അതിൻ്റെ ഓരോ എലമെൻ്ററി മാസും കൺസിഡർ ചെയ്യും. M1, M2, M3, M4 ഇങ്ങനെ പറയുന്ന ഓരോ എലമെൻ്ററി മാസ്സാണ്. അതിന് ഓരോന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിനുശേഷം അതിൻ്റെ ഓരോ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചതിന് ശേഷം അതിന് മൊത്തത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്മേഷൻ ചെയ്യുന്നു. ഇവിടെ നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ, അതായത് സാധാ ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ ആണ്. ½ എന്ന് പറയുന്നതാണ് ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, ½ പക്ഷേ ഇവിടെ നമുക്കറിയാം ഇതൊരു റൊട്ടേറ്റിംഗ് ബോഡിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ലീനിയർ വെലോസിറ്റി അല്ല എടുക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ആംഗുലർ വെലോസിറ്റിയാണ്. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ V = R⍵ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ V1 എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ ലീനിയർ വെലോസിറ്റിയുടെ പ്ലേസ് നമ്മളിവിടെ R1⍵² എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമുക്കിവിടെ നിന്ന് കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡിയുടെ ആ ഒരു എലമെൻ്ററി മാസ്, അതായത് ഈ M1 എന്ന് പറയുന്ന മാസിൻ്റെ കൈനറ്റിക് എനർജി കിട്ടുകയാണ്. ഇതിനുശേഷം ഇതുപോലത്തെ ഓരോ മാസും, അതായത് ഓരോ എലമെൻ്ററി പാർട്ടിക്കിൾസും കൊണ്ടാണ് ഈ ഒരു ബോഡി മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡി എന്ന് പറയുമ്പോൾ ഇതുപോലെ ഓരോ മാസിൻ്റെയും സമ്മാണ്. അതായത് ഇവിടെ ½ M1 R1⍵², ½ M2 R2²⍵², ഇതുപോലെ ഓരോ മാസിൻ്റെയും സമ്മായിട്ടാണ് നമുക്ക് ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടുന്നത്. അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യുന്നത് ഈ 1/2 എന്ന് പറയുന്നത് എല്ലാത്തിലും കോമൺ ആണ്. അതുകൊണ്ട് തന്നെ 1/2 നമ്മൾ സബ്മേഷൻ്റെ പുറത്തിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ സബ്മേഷൻ ചെയ്യുകയാണ്. M1 R1 RI² MI⍵² സിഗ്മ I = 1 to n MI⍵² × ω². ω² എന്ന് പറയുന്നതും ടോട്ടൽ എല്ലാത്തിലും കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഇവിടെ നമുക്ക് K കിട്ടുന്നത് ½I⍵². ഇവിടെ ഈ I എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷനാണ്. MI⍵² എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ സിഗ്മ MI⍵² പകരം നമ്മളിവിടെ I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ I എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡിയാണ്. ദ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു ½ റൊട്ടേഷണൽ ബോഡിയുടെ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½ ആണ്. ഇവിടെ താഴെ ഒരു റിലേഷൻ കൊടുത്തിട്ടുണ്ട്. റിലേഷൻ കണക്റ്റിംഗ് വർക്ക് ഡൺ ആൻഡ് ചേഞ്ച് ഇൻ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. സോ വി ക്യാൻ സേ ദാറ്റ് വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ലീനിയർ കൈനറ്റിക് എനർജി, സാധാരണ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുമ്പോഴും നമുക്ക് ചേഞ്ചിങ് കൈനറ്റിക് എനർജിയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇവിടെ ഈ കേസിലും, അതായത് റൊട്ടേഷൻ മോഷൻ്റെ കേസിലും ചേഞ്ച് ഇൻ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ് വർക്ക് ഡണിൻ്റെ എക്സ്പ്രഷനായിട്ട് വരുന്നത്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പോൾ ഇത് നെക്സ്റ്റ് കേസിൽ നമുക്കിനി പറയാനുള്ളത് കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡിയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളൊരു ബൈക്കിൻ്റെ മോഷനാണ്. ബൈക്ക് മൂവ് ചെയ്ത് അറിയാൻ പറ്റും. അതിൻ്റെ 2 വീൽസും അതിൻ്റെ ആക്സിസിൽ നിന്ന് റൊട്ടേഷണൽ മോഷനിലും, എന്നാൽ ബൈക്ക് മുന്നോട്ട് പോകുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ ഒരു ലീനിയർ മോഷനുമാണ് നടത്തുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 2 തരത്തിലുള്ള മോഷൻ ഉണ്ട്. ഒന്ന് പ്യുവർ റൊട്ടേഷണൽ മോഷനും നെക്സ്റ്റ് ആയിട്ട് ഒരു ട്രാൻസ്ലേഷണൽ മോഷനുമുണ്ട്. അപ്പോൾ ഈ 2 മോഷൻ്റെയും കോമ്പിനേഷനാണ് റോളിംഗ് മോഷനായിട്ട് വരുന്നത്. ഈ ഒരു ഫിഗറിൽ അത് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ഈ ഒരു ആക്സിസിനെ വെച്ചുകൊണ്ട് ഇതൊരു റൊട്ടേറ്റിംഗ് മോഷനിൽ പോവുകയാണ്. ഈ ഒരു രീതിയിൽ ബൈക്കിൻ്റെ വീൽ കൺസിഡർ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ആക്സിസിൽ 2 വീൽസും ആക്സിസിൽ വെച്ചിട്ട്
റൊട്ടേഷണൽ മോഷനിലാണ്. എന്നാൽ അത് മുന്നോട്ട് പോകുന്ന വെച്ച് നോക്കുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷനാണ്. ഈ രണ്ട് മോഷൻ, അതായത് റൊട്ടേഷണൽ മോഷൻ്റെയും ട്രാൻസ്ലേഷണൽ മോഷൻ്റെയും, ഇതാണ് ട്രാൻസ്ലേഷണൽ മോഷൻ, ഇതിൻ്റെയും സമ്മാണ് റോളിംഗ് മോഷൻ എന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി ഈസ് ദ സം ഓഫ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ സി എം ആൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അതായത് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ്. അവിടെ നമ്മൾ മാസ് എടുക്കൊണ്ട് അതുപോലെ തന്നെ വെലോസിറ്റി എടുക്കുന്നുണ്ട്. ദെൻ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. ഐ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി ആൻഡ് ഒമേഗ സ്ക്വയർ ഈസ് ദ ലീനിയർ ആക്സിലറേഷൻ. Here I is the moment of inertia of the body, moment of inertia of the rotating body about the axis of rotation. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ E equal to half m v square plus half i omega square. നേരത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ഒമേഗ ആംഗുലർ വെലോസിറ്റി ആണ്. ഇവിടെ നെക്സ്റ്റ് ആയിട്ട് ഫസ്റ്റ് കേസായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഐക്ക് ഡിസ്കിൻ്റെ, അതിപ്പോൾ നമ്മൾ ഡിസ്കിനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഡിസ്കിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഐയുടെ വാല്യൂ വീലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 ഇഫ് വി ഈസ് ദ ലീനിയർ വെലോസിറ്റി, വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ വേർ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ ഡിസ്ക്. സോ ടോട്ടൽ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ is equal to 3/4 m v square. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഡിസ്കിൻ്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഐയുടെ വാല്യൂ അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ, ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ പറ്റും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കൈനറ്റിക് എനർജി, ഇപ്പോൾ ഒരു ഡിസ്കാണ് റൊട്ടേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മൂവ് ചെയ്യുകയും ചെയ്യുക അല്ലെങ്കിൽ റോൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് 1/2 ഇൻറ്റു half m r square into v square by r square which is equal to 3/4 m v square. ഇപ്പോൾ ഫോർ എ റോളിംഗ് സ്പിയർ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്കിൻ്റെ കേസാണ്, ഇപ്പോൾ പറയുന്ന സ്പിയറിൻ്റെ കേസാണ്. ഒരു സ്പിയറാണ് റോൾ ചെയ്യുന്നത്, അതിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ അവിടെ നമ്മൾ സ്പിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ സ്പിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ ഐ ഈക്വൽ ടു 2/5 m r square ആണ് ഡയമീറ്റർ വെച്ചിട്ട്. സോ ടോട്ടൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7/10 m r square എന്ന് കിട്ടും. ഇതാണ് രണ്ട് എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്, ഒന്ന് ഡിസ്കിൻ്റെയും മറ്റൊന്ന് റോളിംഗ് സ്പിയറിൻ്റെയും. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു റോളിംഗ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടോർക്കിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷനാണ്. ഇപ്പോൾ ടോർക്ക് or moment of force is the turning effect of a force about the axis of rotation. It is measured as the product of magnitude of the force and the perpendicular distance between the line of action of force and the axis of rotation. അപ്പോൾ നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഒരു ടേണിംഗ് എഫക്റ്റിനെ പറയുന്നതിന് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ തന്നെ നമുക്ക് ഏതൊരു മോഷനായാലും അതിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു കേസിലും നമുക്ക് ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ടോർക്കിൻ്റെ ഇക്വേഷൻ കൊണ്ടുവരുന്നത്. കൺസിഡർ എ പാർട്ടിക്കിൾ P in the xy plane, its position vector is OP which is equal to R vector. Let F be the force acting on the P, then the torque about O is tau equal to R cross F. അപ്പോൾ നമുക്ക് തീറ്റ സ്മോൾ ആണ്, smaller than angle between R and F. So torque is the perpendicular to the plane containing R and F. It is acting along Z axis. അപ്പോൾ നമുക്ക് ടോർക്ക് ഇക്വേഷൻ R cross F എന്നാണ് കിട്ടുന്നത്. ദെൻ അതിൻ്റെ ടോർക്ക് ഒരു വെക്ടറാണ്, അതുപോലെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. ഡയമെൻഷണൽ ഫോർമുല എഴുതിയിട്ടുണ്ട്, എം എൽ സ്ക്വയർ T⁻². മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടോർക്ക് F.R ആണ്. ഇത്രയുമാണ് ടോർക്കിൻ്റെ ഇക്വേഷനിലുള്ളത്. പ്രോബ്ലം സെക്ഷനിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ആയിട്ട് സം സ്പെഷ്യൽ കേസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് R ഈക്വൽ ടു, R എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഇതാണ് R എന്ന് പറയുന്നത്. R ഇവിടെ കാണിച്ചിട്ടുണ്ട്, R എന്ന് പറയുന്ന ഈ ഒരു ഫിഗറിൽ R 0 then tau 0 ആണ്. mean this is when the force acting on the axis of rotation the body cannot rotate. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് we cannot rotate by applying force at the hinges. ഒരു ഹിഞ്ചസ് അല്ലെങ്കിൽ ഒരു ഡോറിൻ്റെ ഹിഞ്ചസിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഡോറ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടെ R എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് 0 ആകുമ്പോൾ ടോർക്കും 0 ആവും. അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് കേസിൽ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, ടോ ഈക്വൽ ടു FR, ദ ടോർക്ക് ഈസ് മാക്സിമം. അതായത് ഈ ഒരു തീറ്റ ഡിസ്റ്റൻസ് എന്ന് പറയുന്നു, ഈ ഒരു തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ
എഫ് ക്രോസ് ആർ, അതായത് എഫ് ആർ ആവും. എഫ് ക്രോസ് എന്ന് പറഞ്ഞാൽ എഫ് ആർ ആവും. ദ ടോർക്ക് ഈസ് മാക്സിമം. And then when theta equal to 0 or 180, tau equal to 0. Thus the force has no turning effect. It's parallel or anti-parallel to the direction of the radius of vector about which the body rotates. Example, the gravitational force of sun and or air do not constitute any torque. അതായത് ടോർക്കിൻ്റെ ആ ഒരു തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോൾ അവിടെ വേറെ ടോർക്കൊന്നും ആക്ട് ചെയ്യത്തില്ല. അത് ഒന്നീ അതൊരു പാരലായിട്ടുള്ള ഒരു ഫോഴ്സായി മാറും, അല്ലെങ്കിൽ ഒരു ആൻറ്റി പാരലൽ ഡയറക്ഷനിലുള്ളൊരു റേഡിയസ് വെക്ടറായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ടോർക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇത്രയുമാണ് നമുക്ക് ടോർക്കിൻ്റെ കേസിൽ പറയാനുള്ളത്. ഈ താഴെ ലാസ്റ്റ് പറഞ്ഞത് കുറച്ച് സ്പെഷ്യൽ കേസസ് ആണ്, ജസ്റ്റ് നോക്കി പോവുക. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്ലൈ വീലിൻ്റെ കേസാണ്. അപ്പോൾ ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഒരു മാസീവ് ഹെവി വീലാണ്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൈനറ്റിക് എനർജി, അതായത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെഷീൻസിലൊക്കെ ഈ ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നത്. ഈ കാർസിൻ്റെ എഞ്ചിൻ, അതുപോലെ തന്നെ നമ്മുടെ ജനറേറ്റേഴ്സ്, ഇലക്ട്രിസിറ്റി ജനറേറ്റേഴ്സും അതുപോലെ തന്നെ മെഷീനറീസിലെല്ലാം നമ്മൾ ഈ ഫ്ലൈ വീൽസ് ഉപയോഗിക്കാറുണ്ട്. കാരണം അത് ഈ ഫ്ലൈ വീൽ ഉപയോഗിച്ച് നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബാറ്ററി പോലെയാണ് ഈ ഫ്ലൈ വീൽ ആക്ട് ചെയ്യുന്നത്. നമുക്ക് റൊട്ടേഷൻ കപ്പാസിറ്റർ പോലെയാണ് ഒരു ഫ്ലൈ വീൽ ആക്ട് ചെയ്യുന്നത്. നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് സ്റ്റോർ ചെയ്യുകയും പിന്നീട് നമുക്ക് റിലീസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലൈ വീലിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് വരികയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാം. ടു ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഫ്ലൈ വീൽ, ദ ആക്സിൽ ഓഫ് ദ ഫ്ലൈ വീൽ is arranged to lie in a horizontal position at a certain height. At one end, a piece of fine cord is loop made and is slipped to a tiny peg. അപ്പോൾ ഈ ഒരു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മൾ ഒരു ഫ്ലൈ വീലിനെ അറേഞ്ച് ചെയ്യുന്നു. ഇവിടെ ഈ കാണിച്ചിട്ടുള്ളതാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. നമ്മളൊരു ആക്സിലിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളൊരു സ്ട്രിങ്ങിൽ ഒരു പെഗ് കയറ്റി വയ്ക്കുകയും അതിനുശേഷം അതിൻ്റെ ഒരു എൻഡ് പെഗ് നമ്മൾ ഇതിൻ്റെ ഒരു പോയിന്റിൽ കണക്ട് ചെയ്ത് വയ്ക്കുകയും അതിനുശേഷം അതിൻ്റെ മറ്റൊരു എൻഡിലോട്ട് മാസ് എം നമ്മൾ കണക്ട് ചെയ്യുന്നു. ഈ മാസ് എം എന്ന് പറയുന്നത് h ഹൈറ്റിലാണ് നിൽക്കുന്നത്, അതായത് ഗ്രൗണ്ടിൽ നിന്നും h ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ ലീവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പെഗ് താഴോട്ട്, ഈ ഒരു മാസ് കാരണം ഈ ഒരു സ്ട്രിങ് താഴോട്ട് പോവുകയും അവസാനം റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഈ കൈനറ്റിക് എനർജി കാരണം ഈ ഒരു ഫ്ലൈ വീലിൻ്റെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം ഈ മാസ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി നമുക്ക് ഈ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫ്ലൈ വീലിൻ്റെ റൊട്ടേഷൻ. അപ്പോൾ ഇവൻച്വലി the axle and the suitable mass m is suspended at the other free end. The mass m is initially kept at the height above the horizontal ground. The length of the cord is adjusted so that when the mass is allowed to fall, the cord just completely wound, the mass touches the floor horizontal surface and the loop slips off the peg P. അതായത് നമ്മൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എം എന്ന് പറയുന്ന മാസ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലൈ വീൽ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ആ പെഗ് അതൊന്ന് ഊരി പോവുകയും ചെയ്യും. ആസ് ദ മാസ് ഫാൾ അണ്ടർ ഗ്രാവിറ്റി ഇറ്റ് ലോസസ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ദ ഫ്ലൈ വീൽ ഗെയിൻസ് കൈനറ്റിക് എനർജി. ഈ മാസ്, ഈ എം എന്ന് പറയുന്ന മാസ് അവിടെ സ്റ്റേഷനറിയായി നിൽക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം താഴോട്ട് പോകുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ലോസ് ചെയ്യുകയും കൈനറ്റിക് എനർജി ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഒരു വീലിൽ കൈനറ്റിക് എനർജി കിട്ടുകയും ചെയ്യുന്നു. അതുവഴിയാണ് ഈ ഒരു ഫ്ലൈ വീൽ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് കേസിൽ. Then the number of rotation made by the flywheel before the mass get discharged is noted as n. അതായത് number of rotation made by the mass gets detached, അതായത് ഈ ഒരു ആക്സിൽ നിന്നും ഈ മാസ് എം എന്ന് പറയുന്നത് ഡിറ്റാച്ച് ചെയ്യുന്നത് വരെ എത്ര റൊട്ടേഷൻ നടന്നു. അതായത് നമ്മളിവിടെ ഒരു ത്രെഡ് വൗണ്ട് ചെയ്ത് വയ്ക്കുമെന്ന് പറഞ്ഞു. ആ ത്രെഡിൻ്റെ വൗണ്ടാണ് നമ്പർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ എടുക്കുന്ന n1 എന്നാണ്. ആസ് ദ വീൽ ഹാസ് അക്വയർഡ് കൈനറ്റിക് എനർജി ഡ്യൂ ടു ദ falling mass, the wheel continues to rotate until brought to rest by the friction ഫോഴ്സസ് അറ്റ് ദ ബെയറിംഗ്. അതായത് ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മാസ് എം താഴോട്ട് പോയി ടച്ച് ചെയ്ത് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു കൈനറ്റിക് എനർജി ഉണ്ടാകുന്ന കാരണം ഫ്രിക്ഷൻ ലോസ് ഉണ്ടാകുന്നവരെ ഈ ഒരു വീല് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ റൊട്ടേറ്റ് ചെയ്തിട്ട് എത്ര പ്രാവശ്യമാണോ ഈ ഒരു പെഗ് അല്ലെങ്കിൽ ഒരു മാസ് താഴെ ടച്ച് ചെയ്തതിന് ശേഷം റൊട്ടേഷൻ ചെയ്യുന്നത് അതിന് നമ്മൾ N2 എന്ന് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ടൈം ടേക്കണും അതുപോലെ തന്നെ അതിൻ്റെ നമ്പർ ഓഫ് റൊട്ടേഷൻ ആഫ്റ്റർ ദ മാസ് ടച്ചസ് ദ ഗ്രൗണ്ട് N2 എന്ന് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഡെറൈവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ മാസ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൈ വീൽ ആൻഡ് ദ മാസ് പ്ലസ് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ സ്റ്റേഷനറി ആയിട്ടിരിക്കും അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുമ്പോൾ അതിന് നമുക്കുള്ളത് കൈനറ്റിക് എനർജി അല്ല പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിനുശേഷം അത് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത് ആ കൈനറ്റിക് എനർജി ലീവ് ചെയ്യുകയും അതനുസരിച്ച് നമ്മുടെ ഫ്ലൈ വീലിന് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ ലീവ് ചെയ്യുകയും കൈനറ്റിക് എനർജി കൂടുകയും ചെയ്യുന്നു. ആ ഒരു ഇക്വേഷൻ നമ്മൾ
നെക്സ്റ്റ് ചെയ്തിട്ടുള്ള എം ജി എച്ച് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. അതെന്ന് പറയുന്നത് ഈ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈ വീലിൻ്റെ കൈനറ്റിക് എനർജിയും ഈ N1W1 എന്ന് പറയുന്നത് അതിൻ്റെ ലോസാണ്. അതായത് ഫ്രിക്ഷൻ കാരണം ഓരോ റൊട്ടേഷനും ലോസ് ആകുന്ന ഫോഴ്സാണ് N1W എന്ന് എഴുതിയിട്ടുള്ളത്. എം ജി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് N1W ആണ്. പൊട്ടൻഷ്യൽ എനർജി ലോസ് ചെയ്തിട്ട് അത് കൈനറ്റിക് എനർജി ആയിട്ട് ഗെയിൻ ചെയ്യുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇനി എം ജി എച്ച് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് N1W എന്നാണ് ഇക്വേഷൻ വരുന്നത്. ദെൻ ഈ 2നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് 2mgh ഈക്വൽ ടു ഐ ഒമേഗ സ്ക്വയർ പ്ലസ് എം വി സ്ക്വയർ പ്ലസ് 2N1W കിട്ടും. നമ്മൾ ഇക്വേഷൻ 1 എന്നെടുക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വരികയും ദെൻ ഐ ഹാഫ് ഒമേഗ ഐ സ്ക്വയർ ഈക്വൽ ടു N2W എന്ന് എഴുതുകയാണ്. ദെൻ W ഈക്വൽ ടു അതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ Wൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. W ഈക്വൽ ടു ഐ ഒമേഗ സ്ക്വയർ ബൈ 2N സ്ക്വയർ. ഈ Wൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2mgh ഈക്വൽ ടു ഐ ഒമേഗ സ്ക്വയർ പ്ലസ് എം വി സ്ക്വയർ പ്ലസ് 2N1 ഐ ഒമേഗ സ്ക്വയർ ബൈ 2 സ്ക്വയർ 2 എന്ന് കിട്ടും. ബട്ട് നെക്സ്റ്റ് കേസിൽ നമ്മൾ ചെയ്യുന്നത് വി എന്ന് പറയുന്ന ഇവിടെ ഒരു വി ഉണ്ട്, എം വി സ്ക്വയർ, അത് ലീനിയർ വെലോസിറ്റിയാണ്. അതിന് നമ്മൾ ആംഗുലർ വെലോസിറ്റിയിലോട്ട് ആക്കിയാണ്. ദെൻ വി ഈക്വൽ ടു ആർ ഒമേഗ 2mgh മൈനസ് എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഐ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് N1 ബൈ N2. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇതിനുശേഷം നമ്മൾ ഫർദർ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് വരികയും ദെൻ ഇവിടെ നമുക്ക് ഡ്യൂറിങ് ദ ടൈം ടി, അതായത് ഈ റൊട്ടേഷൻ എടുക്കുന്ന സമയം നമ്മൾ ടി എന്ന് എടുക്കുകയും ദെൻ ആ ടി എന്ന ടൈമിൽ N2 റൊട്ടേഷൻസ് എടുക്കുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ W/2 ഈക്വൽ ടു 2π N2 ബൈ ടി എന്ന് കിട്ടുകയാണ്. ദെൻ അതിൽ നിന്ന് ഒമേഗയുടെ വാല്യൂ 4π N²/2 ആണ്. ഈ ഒരു ഒമേഗയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2mgh മൈനസ് എം ആർ സ്ക്വയർ ഇൻറ്റു 16π² N2 സ്ക്വയർ ബൈ ടി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 16π² N2 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് N1 ബൈ N2 ആണ്. ഇതിനുശേഷം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ മൊത്തം നമ്മൾ T²/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദെൻ സിംപ്ലിഫൈയിങ് നമുക്ക് കിട്ടുന്നത് ഐയുടെ വാല്യൂ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത് ഐ ഈക്വൽ ടു എം ബൈ N1 പ്ലസ് N2 ഇൻറ്റു GHT² ബൈ 8π² N2 മൈനസ് N2 ഇൻറ്റു ആർ സ്ക്വയർ. ഇവിടെ N1 N2 എന്ന് പറയുന്നത് N1 എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ആ ഒരു എത്ര ത്രെഡാണോ നമ്മൾ ചുറ്റി വയ്ക്കുന്നത്, ആ മാസ് പെഗ് നമ്മൾ കണക്ട് ചെയ്തിട്ട് ചുറ്റി വയ്ക്കുന്നത്, അതായത് ഇനിഷ്യലായിട്ട് അത് എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ N1 എന്ന് പറയുന്നത്. ദെൻ ഇവിടെ N2 എന്ന് പറയുന്നത് ഫൈനലായിട്ട് ആ മാസ് താഴെ ഗ്രൗണ്ട് ടച്ച് ചെയ്തതിന് ശേഷം എത്ര പ്രാവശ്യമാണോ നമ്മുടെ ഫ്ലൈ വീൽ റൊട്ടേഷൻ ചെയ്യുന്നത് അതിനാണ് നമ്മൾ N2 എന്ന് പറയുന്നത്. ഈ N2 ടൈംസ് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് T എന്ന് പറയുന്നത്. G എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയും H എന്ന് പറയുന്നത് ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ടു മാസ് M ആണ്. ഈ ഒരു ഇക്വേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലൈ വീലിൻ്റെ I, അതായത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കിട്ടും. ഇവിടെ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ആക്സിലാണ്. ദെൻ നെക്സ്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടു പെർഫോം ദ എക്സ്പെരിമെൻറ്റ്. എങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഈ ചാനലിൽ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിൽ ഫ്ലൈ വീലിൻ്റെ പ്രാക്ടിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പോയി കാണുക, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് കേസിൽ യൂസസ് ഓഫ് ഫ്ലൈ വീൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലൈ വീൽ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. മെഷീൻസിലാണ് കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്ലൈ വീൽ. കാരണം ഈ ഫ്ലൈ വീലിന് ലാർജസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്. യൂണിഫോമായിട്ട് പവർ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. ഈ ഒരു ഫ്ലൈ വീലിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാരണം അത് നമ്മൾ എഞ്ചിൻസ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിനൊരു യൂണിഫോം പവർ കൊടുക്കാൻ പറ്റും. ആ ഒരു കേസാണ് നമുക്ക് യൂസസ് ഓഫ് ഫ്ലൈ വീൽ വരുന്നത്. ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൈ വീൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ടു ഇൻക്രീസ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ദ മാസ് ഓഫ് ദ ഫ്ലൈ വീൽ ഇസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ഇറ്റ് റിം. അതായത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂട്ടുമ്പോൾ നമുക്ക് അതിൽ കൈനറ്റിക് എനർജിയും കൂട്ടുന്നു. ഐ ഈക്വൽ ടു MR സ്ക്വയർ ആണ്. അതുവഴി നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയും കൈനറ്റിക് എനർജിയും നമ്മൾ റിലേഷൻ കിട്ടും. ദെൻ അതുവഴി നമുക്ക് ഈ ഒരു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂട്ടാൻ വേണ്ടി ഈ ഒരു ഫ്ലൈ വീലിൻ്റെ മാസ് മൊത്തം അതിൻ്റെ റിമ്മിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്യൂ ടു ദിസ് ഹൈ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വീൽ അക്വയർ ഹയർ കൈനറ്റിക് എനർജി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡി എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയുള്ളത് അതിൻ്റെ പ്രോബ്ലം സെക്ഷനാണ്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.